ഈ കാണുന്ന ഡ്രീം കേക്കും എന്റെ ബാക്കിലുള്ള ഹണി കേക്കും അറിയാത്തവരും ഉണ്ടാവില്ല. പക്ഷേ എന്റെ ബാക്കിൽ കാണുന്ന ഈ ഫേമസ് ബേക്കറി ഉണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. എന്നാലുണ്ടല്ലോ, ഹണി കേക്ക് എന്ന ബ്രാൻഡ് ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ ഒരു ഫേമസ് ബേക്കറിയാണ്. ഒരു ഷട്ടർ റൂമിൽ തുടങ്ങിയതാണ്. ഇന്ന് ഇതിന്റെ ഉള്ളിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരു ഷട്ടർ റൂം ഒന്നും ഇതിൽ കാണാൻ പറ്റുക. കുറെ ഐറ്റംസ് ഇവിടെ ലൈവ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിട്ട് കാണാൻ പറ്റൂട്ടാ. ഇതുപോലെ കുറെ നടന്ന് കാണാൻ മാത്രമുണ്ട് ഇതിന്റെ ഉള്ളിൽ. കുറെ സ്വീറ്റ്സ് ആൻഡ് ബേക്കറി ഐറ്റംസുകളൊക്കെ ഉണ്ട്. ഇന്ന് ഇവയിലുള്ള ഒട്ടുമുക്ക സൂപ്പർ മാർക്കറ്റും ഈ ഒരു സാധനം പോണ്ടിട്ടാ. ഈ ഒരു സമയത്താണ് കേക്കിനായിട്ട് ഒരു കേക്ക് ഷോപ്പ് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്നുള്ളത്. അവിടുന്നാണ് ഹണി സ്പെഷ്യൽ കേക്കിന്റെ തുടക്കം. അങ്ങനെ അബുദാബിയിൽ ഫസ്റ്റ് ഔട്ട്ലെറ്റ് തുറന്നു. നമ്മളിവിടെ UAE വന്നിട്ട് ഹണി സ്പെഷ്യൽ കേക്കിന്റെ ഫസ്റ്റ് ഔട്ട്ലെറ്റിൽ പോയില്ലേ മോശല്ലേ? ഒന്നും നോക്കില്ല, അമ്മാനും കുട്ടിയാണ് വിട്ട് കയറി ചെന്ന് ഫസ്റ്റ് കഴിച്ചതിന് ഡ്രീം കേക്ക് ആണ്. ഫസ്റ്റ് തന്നെ ഒരു പീസ് താഴെ പോയി, സോ സാഡ്. പക്ഷേ ഇതാണ് കഴിച്ചാലോ കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഹണി സ്പെഷ്യൽ കേക്കിന്റെ ഫസ്റ്റ് ബ്രാഞ്ച്, അബുദാബി മുസഫ സാബിയിലാട്ടാ. അങ്ങനെ നമ്മൾ കുറച്ച് മധുരം അല്ലാത്ത ഐറ്റംസുകൾ എടുത്തൊക്കെ ഇങ്ങോട്ട് കഴിച്ച്. അബുദാബി ഖാലിദയിലും ഇവർക്ക് ബ്രാഞ്ച് ഉണ്ട്. പിന്നെ ആളുകളൊക്കെ ഏറ്റെടുത്ത് ഇപ്പൊ എത്താത്ത സ്ഥലങ്ങളില്ല. കേരളത്തിലും ബാംഗ്ലൂരും ഖത്തറും പിന്നെ ലണ്ടനിൽ വരെ വരെത്തി. ഒരു മലയാളിയുടെ ബ്രാൻഡ് ഒരു ഇന്റർനാഷണൽ ലെവൽ വരെ എത്തി എന്നുള്ളതിൽ നമുക്കും അഭിമാനിക്കാം. എന്റെ വീഡിയോകളൊക്കെ കണ്ടപ്പോ അമ്മാനെ ഒരു വ്ളോഗർ ആവാൻ ഒരു താല്പര്യം. പോപ്കോൺ ഒക്കെ എങ്ങനെ കുത്തി കഴിക്കണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കണേ. എഡിറ്റിംഗിൽ സ്ലോ മോഷന്റെ ഓപ്ഷൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് സ്ലോ മോഷൻ ഇപ്പൊ മൂപ്പരോട്. ഹണി സ്പെഷ്യൽ കേക്ക് ഇനി ഒരുപാട് ഉയരങ്ങൾ എത്തട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.